ഇനിയിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അക്ഷരം ഏതാണ്? നമ്മുടെ പ്രേക്ഷകരോട് പേരിടുമ്പം ശ്രദ്ധിക്കേണ്ട അക്ഷരം ഏത് അക്ഷരത്തിൽ ഇടാൻ പാടില്ല, അങ്ങനെ ഒന്നൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ? പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഒന്ന്. അല്ല, ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടാണ് നോക്കുന്നത് അവരെല്ലാം. എന്നാലും ഒരു ബെസ്റ്റ് അക്ഷരം. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എം നല്ലതാണ്, എച്ച് നല്ലതാണ്, ആറ് നല്ലതാണ്. എം സെലിബ്രിറ്റി ലെറ്ററാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്സിലേക്ക് പോകുന്ന ലെറ്ററാണ്. അതുപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങി വരാനും കോണിപ്പടി പോലുള്ള ലെറ്ററാണ് എച്ച്. പിന്നെ പി എന്ന് പറയുന്നത് ലെറ്റർ ഫോർ ആഞ്ജനേയൻ്റെ പ്രാധാന്യമുള്ള ലെറ്ററാണ്. പിന്നെ ജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതായിട്ടുള്ള വിഹിതമുള്ള അക്ഷരമാണ്. അതിനോടുകൂടി ആറ് നിന്നാൽ നല്ലതാണ്. എം ജി ആർ ഒക്കെ ആ ഒരു രീതിയിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള. അങ്ങനെ പിന്നെ പി ആർ പവർ ലെറ്റേഴ്സാണ്. പി ആർ അടുപ്പിച്ച് നിന്നാൽ അങ്ങനെയാണെങ്കിൽ എം എച്ച് ആർ ഒക്കെ, എം എച്ച് ആർ ഒക്കെ നല്ലതാണ്. ക്യൂ എന്നുള്ള ലെറ്റർ, റാപ്പറൊക്കെ. ക്യൂ എന്നുള്ള ലെറ്റർ അത്ര നല്ല ലെറ്റർ അല്ല. ക്യൂവിലധികം പേരില്ലല്ലോ. ഇല്ല, കുറവേ ഉള്ളൂ. പിന്നെ സെഡ് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. ഈ സെഡ് എന്ന് പറയുന്ന ലെറ്റർ എവിടെയെങ്കിലും വന്നാൽ, ഏതെങ്കിലും ബാങ്കിലൊക്കെ ഈ സെഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ്. ആ ബാങ്കിന് സെഡ് സിക്സ് ആഗ് പോലെ വളഞ്ഞ ലെറ്ററാണ്, നല്ലതല്ല. അതുകൊണ്ടാണ് ക്യൂലും സെഡിലൊന്നും പേരില്ലാത്തത്. പേരിൽ അധികമില്ലാത്തത് അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അതുണ്ട്. അതെ, 2N വന്നാൽ നല്ലതാണ്. വെറുതെ 2N ഇട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ അർത്ഥം കൂടി വരണം. അത് നല്ല സാമ്പത്തികം കിട്ടുന്ന ലെറ്റേഴ്സാണ് NN എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് സാരഥി കൃഷ്ണ ചേട്ടൻ നമ്മളോട് പറയുന്നത്.